അങ്ങനെ നമുക്ക് നമ്മുടെ പുതിയ ഫ്ലേവറായ പിസ്താഷ്യോ വെൽവെറ്റ് ഡിലൈറ്റ് ഉണ്ടാക്കിയാലോ. 2 kg ആണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. 1 kg പിസ്താഷ്യോയുടെ കേക്ക് നമുക്ക് ആദ്യം ഉണ്ടാക്കിയെടുക്കണം. സ്പഞ്ച് അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പ ഒരു പാത്രത്തിൻ്റെ മേളിലോട്ട് വെച്ചിട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 പിഞ്ച് ഉപ്പ് ഇത്ര ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് 3 തവണ അരിച്ചെടുക്കണേ. എന്നിട്ട് ഇതുപോലൊന്ന് മിക്സും ചെയ്തെടുക്കണം നല്ല രീതിയിൽ. എന്നിട്ട് നമുക്ക് വേറൊരു വെള്ളം ഒന്നും ഇല്ലാത്ത നല്ലോണം തുടച്ച് വൃത്തിയാക്കിയ ഒരു പാത്രത്തിലോട്ട് നമുക്കൊരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കണം. ബൈ ദ വേ ഇതെൻ്റെ പുതിയ ബീറ്ററാണ്, ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാനാണ് കേട്ടോ ഇത് എടുക്കുന്നത്. ഈ 4 മുട്ടയിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ബീറ്ററിൻ്റെ ഫസ്റ്റ് സ്പീഡിലിട്ട് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ആ ഒരു വാനില എസൻസും മുട്ടയും കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി. ഇത് രണ്ടും കൂടെ മിക്സ് ആയി കഴിഞ്ഞ് പിന്നെ ഞാനൊരു 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ആ മൈദ എടുത്ത കപ്പിൽ തന്നെ അത് നമ്മൾ 2-3 ബാച്ചായിട്ടിട്ട് ഇതുപോലെ ഫസ്റ്റ് സ്പീഡിലിട്ട് മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണേ. കാരണം ഈ ഫസ്റ്റ് സ്പീഡിലിട്ട് ഈ പഞ്ചസാര മുഴുവൻ ബീറ്റ് ചെയ്ത് അതിന് ശേഷം മാത്രമേ നമ്മൾ ബീറ്ററിൻ്റെ സ്പീഡ് കൂട്ടി 2-3 ഇതിപ്പോൾ 3 സ്പീഡ് മാത്രമുള്ള ബീറ്ററാണ്. പഞ്ചസാര മൊത്തം ഇട്ട് ബീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ 2-3 സ്പീഡിലോട്ട് പോകുന്നത്. എൻ്റെ ഇരുന്ന നേരത്തെ ബീറ്റർ ഒരു 5 സ്പീഡ് വരെ പോകുന്നതായിരുന്നു. ഇത് പക്ഷേ 3 സ്പീഡേ ഉള്ളൂ. അങ്ങനെ 3ാമത്തെ സ്പീഡിലും കൂടി ഇട്ട് നല്ല രീതിയിൽ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വരും കേട്ടോ. നല്ല തിക്കായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും റിബൺ കൺസിസ്റ്റൻസിയിൽ. ഈ കൺസിസ്റ്റൻസി ആയതിനു ശേഷം മാത്രമേ നമ്മൾ ബീറ്റർ ഓഫ് ആക്കിയിട്ട് അതിലേക്ക് ഇതിപ്പോൾ 1 kg വാനിലയുടെ സ്പഞ്ച് അല്ലേ, അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബീറ്ററിൻ്റെ ഫസ്റ്റ് സ്പീഡിലിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 1 മിനിറ്റ് ജസ്റ്റ് ആ സൺഫ്ലവർ ഓയിൽ എല്ലായിടത്തും ഒന്ന് ആകാൻ വേണ്ടി മാത്രമേ മിക്സ് ചെയ്യാവുള്ളൂ. ഈ മിക്സിങ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഓവൻ ഒന്ന് ജസ്റ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്, ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മൈദയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് നമ്മുടെ വിസ്ക് വെച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം കുറച്ചിട്ട് കൊടുക്കുക, എന്നിട്ട് ഇതുപോലെ കട്ട് ആൻഡ് ഫോൾ മെത്തേഡിൽ പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാനൊരു 1/4 കപ്പ് പാലാണ് മൊത്തം ഇതിലേക്ക് എടുക്കുന്നത്. കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക 1/4 കപ്പിൽ നിന്ന്. ഇതുപോലൊന്ന് കട്ട് ആൻഡ് ഫോൾ മെത്തേഡിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് മൈദ മാത്രം ബാക്കി വരുന്ന സമയത്ത് ബാക്കി മുഴുവൻ നമ്മൾ മിക്സ് ചെയ്തു അതിലേക്ക് ഒരു 3-4 ഡ്രോപ്പ് പിസ്താഷ്യോയുടെ ടൈഗറിൻ്റെ എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ആ ബാക്കി വെച്ചിരുന്ന മൈദയും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു 8 ഇഞ്ചിൻ്റെ പാൻ നേരത്തെ തന്നെ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാറ്റർ. എന്നിട്ട് ഓവനിൽ 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40 മിനിറ്റ് ഒന്ന് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും തിളപ്പിച്ചെടുത്തിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഗനാഷ് ഉണ്ടാക്കിയെടുക്കണം. 1 പിസ്ത കോമ്പൗണ്ട് ഗനാഷും 2 വൈറ്റ് കോമ്പൗണ്ട് ഗനാഷും. രണ്ടും 1/2 കപ്പ് എടുക്കണം. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ ഇതുപോലെ നിറച്ച് 1/2 കപ്പ് എടുക്കണം കേട്ടോ. അപ്പോൾ 1/2 കപ്പ് വൈറ്റ് കോമ്പൗണ്ടിന് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം, ഞാൻ ട്രോപ്പോലൈറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയിട്ട് ഇതുപോലെ ആ ഒരു ചോക്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുമ്പോൾ ആ ഒരു മെൽറ്റ് ആവാൻ തുടങ്ങും ചോക്ലേറ്റ്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 2-3 ഡ്രോപ്പ് നമ്മുടെ പിസ്താഷ്യോയുടെ എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴുകിയെടുത്താലേ ഉള്ളൂ നമുക്ക് അടുത്ത സ്പഞ്ച് റെഡിയാക്കാൻ വേണ്ടി പറ്റത്തുള്ളേ. നമ്മളിപ്പോൾ 1 kg പിസ്താഷ്യോയുടെ സ്പഞ്ചാണ് ഉണ്ടാക്കിയെടുത്തത്. ഇനി 1 kg റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ചാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി വാനില സ്പഞ്ച് ഉണ്ടാക്കുന്ന പോലെ തന്നെ, പക്ഷെ നമ്മൾ 1 കപ്പ് മൈദയുടെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ നമ്മുടെ കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്യുക. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 2 പിഞ്ച് ഉപ്പ് ഇത്ര ഇട്ടിട്ട് ബേക്കിംഗ് സോഡ ഇപ്പോൾ ആഡ് ചെയ്യേണ്ട. ഇത് നല്ല രീതിയിൽ ആദ്യം പറഞ്ഞ പോലെ 3 തവണ നമ്മളൊന്ന് അരിച്ചെടുക്കണം. പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ എടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് സ്റ്റെപ്പല്ല. നമ്മൾ ആ പിസ്താഷ്യോയുടെ എസൻസ് ചേർത്ത സ്ഥാനത്ത് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ജെൽ കളർ റെഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ബാക്കി മൈദയ്ക്ക് തൊട്ട് മുമ്പാണല്ലോ നമ്മൾ ചേർത്ത് കൊടുത്തത്. ബാക്കി മൈദയും കൂടെ ചേർത്ത് ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് 1/2 ടീസ്പൂൺ വിനാഗിരിയിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. പിന്നെ ഞാനൊരു 3 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ആ ഒരു വൈറ്റ് ഗനാഷ് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. ബാക്കി കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ പിസ്താഷ്യോയുടെ ഗനാഷും കൂടെ എടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കേക്ക് ഞാൻ 2 ലെയർ ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ആദ്യം കേക്കിൻ്റെ റെഡ് വെൽവെറ്റ് കേക്ക് വെക്കുക. അതിലേക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ വൈറ്റ് കോമ്പൗണ്ട് ഇട്ട ക്രീം ഉണ്ടല്ലോ ആ ക്രീം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നല്ല രീതിയിൽ വൈറ്റ് കോമ്പൗണ്ട് വെച്ച് കൊടുക്കുക. പിന്നെ പിസ്താഷ്യോയുടെ ലെയർ വെക്കുക. ഈ ചെയ്ത പോലെ തന്നെ പിസ്താഷ്യോയുടെ ക്രീമാണ് കേട്ടോ അവിടെ വെട്ടി കൊടുക്കേണ്ടത്. പിസ്താഷ്യോയുടെ നമ്മുടെ ഗനാഷും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്സും ചെയ്യുക. ഇത് ഞാൻ ഒലീവ് ഗ്രീനിലായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ഫൈനൽ ലുക്ക് ഞാൻ കൊടുത്തേക്കാം. ഇഷ്ടമായോ എന്ന് പറയണേ. ഫ്ലേവർ എങ്ങനെയുണ്ട്?